അടുത്ത സമാപന സംസാരത്തിനായി ബഹുമാന്യനായ അലി ഷാക്കിർ മുണ്ടേരി നല്ല മുസ്ലിം നല്ല പൗരൻ എന്ന വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ സ്പീച്ച് ശ്രവിക്കുവാൻ അദ്ദേഹത്തെ പ്രഭാഷണത്തിനായി ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദി വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദി വഅലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അമ്മാ ബഅദ് ഫഇന്ന ഖൈറൽ ഹദീഥി കിതാബുല്ലാഹ് വഖൈറൽ ഹദീ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വശറൽ ഉമൂരി മുഹദസാത്തുഹാ വകുല്ല ബിദ്അത്തിൻ ളലാലഹ വകുല്ല ളലാലത്തിൻ ഫിന്നാർ. യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ ഹഖ തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, സർവശക്തനായ പടച്ച തമ്പുരാൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം കൃത്യമായി കാത്തു സൂക്ഷിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ജീവിതത്തിൽ മറ്റൊരാളും ഏറ്റെടുക്കാത്ത ദൗത്യവുമായി സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് ഇറങ്ങുവാൻ തയ്യാറായി നിൽക്കുന്ന ഒരു കൂട്ടത്തിൻ്റെ സമ്മേളനത്തിൻ്റെ അവസാന ഘട്ടത്തിലാണ് നമ്മൾ ഓരോരുത്തരും ഇപ്പോൾ നിൽക്കുന്നത്. സാധാരണയായി മതം പഠിക്കുന്ന, അല്ലെങ്കിൽ അറബി കോളേജുകളിൽ പഠിക്കുന്ന, അല്ലെങ്കിൽ അറബി പഠിക്കുന്ന കുട്ടികളെക്കുറിച്ച് സമൂഹത്തിനൊരു കാഴ്ചപ്പാടുണ്ട്. അവരുടെ ഭാഗത്തുണ്ടാകുന്ന ഏതൊരു ചെറിയ വളരെ ചെറിയ ഒരു തെറ്റുപോലും സമൂഹം വലുതായി കാണും. എന്നാലും അവളൊരു അറബി കോളേജിൽ പഠിക്കുന്ന കുട്ടിയല്ലേ, എന്നാലും അവനൊരു അറബി കോളേജിൽ പഠിക്കുന്ന കുട്ടിയല്ലേ. എന്താണ്, ഇഖാമത്ത് കൊടുത്തപ്പോൾ നിസ്കരിക്കാൻ പള്ളിയിൽ ഒന്നാമത്തെ റക്അത്തിൽ എത്തിയില്ല എന്നതിനെക്കുറിച്ച് കുറ്റപ്പെടുത്തുന്നിടത്താണ് സമൂഹം ഇങ്ങനെ പറഞ്ഞത്. എന്നാൽ ആ പറഞ്ഞ വ്യക്തികളുടെ മക്കളോ ചുറ്റുഭാഗത്തുള്ളവരോ നമസ്കരിക്കാൻ തന്നെ പള്ളിയിലേക്ക് എത്താത്തവരാവാം. പക്ഷേ അറബി കോളേജിൽ പഠിക്കുന്ന കുട്ടി ഒന്നാമത്തെ റക്അത്തിൽ തന്നെ ജമാഅത്ത് നിസ്കാരത്തിൽ പങ്കെടുക്കാത്തത് ഒരു കുറ്റമായി, ഒരു തെറ്റായി സമൂഹം നോക്കിക്കാണുന്ന, അതാണ് ഞാൻ സൂചിപ്പിച്ചത്. സമൂഹത്തിൽ മറ്റാരും ഏറ്റെടുക്കുവാൻ ധൈര്യപ്പെടാത്ത ഒരു ദൗത്യം ഏറ്റെടുത്തവരാകുന്നു നമ്മൾ. ഈ ലോകത്തിന് വെളിച്ചമായി, ഈ ലോകത്തിന് വഴികാട്ടിയായി, ഇരുട്ടിൻ്റെ ഈ ലോകത്ത് എങ്ങനെയാണ് സഞ്ചരിക്കേണ്ടത് എന്ന് ലോകത്തിലെ കോടിക്കണക്കിന് മനുഷ്യന്മാർക്ക് പഠിപ്പിച്ചു കൊടുത്ത മതമാകുന്നു ഇസ്ലാം. ആ ലോകത്തിന് വെളിച്ചം നൽകേണ്ട മതമാകുന്നു ഇസ്ലാം. ആ ഇസ്ലാമിനെ ലോകത്തിൻ്റെ മുമ്പിൽ കാണിച്ചു കൊടുക്കുവാൻ വേണ്ടി ഏറ്റെടുക്കുവാൻ ധൈര്യം കാണിച്ചവരാകുന്നു നമ്മൾ ഓരോരുത്തരും എന്ന് ആമുഖമായിട്ട് ഞാൻ സൂചിപ്പിക്കുന്നു. അള്ളാഹുവിൻ്റെ മതമായ ഇസ്ലാം, ആ മതത്തിലേക്ക് ഒരാൾ കടന്നു വരണമെങ്കിൽ അള്ളാഹുവിൻ്റെ അനുമതി ഉണ്ടായിരിക്കണം. അള്ളാഹുവിൻ്റെ അനുമതിയില്ലാതെ ഒരാൾക്കും അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ആളാവാൻ സാധിക്കുകയില്ല. ഈ ലോകത്ത് എത്രയെത്ര ആളുകൾ ശ്രമിച്ചാലും, എത്രയെത്ര മഹാന്മാർ ശ്രമിച്ചാലും, എത്രയെത്ര ബുദ്ധിജീവികൾ ശ്രമിച്ചാലും ഒരു മനുഷ്യനെ മുസ്ലിമാക്കി മാറ്റാൻ അവർക്കാർക്കും സാധിക്കുകയില്ല. ഈ ലോകത്ത് ജീവിച്ച ഏറ്റവും ശ്രേഷ്ഠരായ മനുഷ്യന്മാർ ആരാണ് എന്ന ചോദ്യത്തിന് നമ്മുടെ കയ്യിൽ മറുപടിയുണ്ട്. അത് അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരാണ്. ആ പ്രവാചകന്മാർ പോലും അവരുടെ കുടുംബങ്ങളിലെ, അവരുടെ ചോരകളിലെ ഏറ്റവും പ്രിയപ്പെട്ടവരെ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിലേക്ക് നടത്തുവാൻ വേണ്ടി ശ്രമിച്ചിട്ട് സാധിക്കാത്ത എത്രയോ ചരിത്ര സംഭവങ്ങൾ നമ്മുടെ മുമ്പിൽ ബാക്കിയുണ്ട്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മകനും, ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഭാര്യയും, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പിതാവും, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട അബൂ ത്വാലിബുമൊക്കെ നമ്മുടെ മുമ്പിൽ ജീവിക്കുന്ന ഉദാഹരണങ്ങളാണ്. ഒരാൾ മുസ്ലിം ആവുക എന്ന് പറഞ്ഞാൽ അത് അല്ലാഹു തആല തെരഞ്ഞെടുക്കുന്നത് കൊണ്ട് മാത്രമാണ്. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഹജ്ജിന്റെ അവസാനത്തെ ആയത്തിൽ അല്ലാഹു തആല ബോധ്യപ്പെടുത്തത് വഇജ്തബാക്കും, അവൻ നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്നാണ്. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ആളായി, അള്ളാഹുവിൻ്റെ മതത്തിൻ്റെ ആളായി
ഈ ലോകത്തിലെ കോടിക്കണക്കിന് മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ നിന്ന് അള്ളാഹു നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനേക്കാൾ നമുക്ക് ആത്മവിശ്വാസം ഉണ്ടാവാൻ, അതിനേക്കാളേറെ നമുക്ക് ധൈര്യം പകരുന്ന മറ്റെന്ത് സംഗതിയാണ് ഈ ലോകത്തുള്ളത്? അമേരിക്കൻ പ്രസിഡന്റിന് ഈ ഭാഗ്യം കിട്ടിയിട്ടില്ല, ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറിക്ക് ഈ ഭാഗ്യം കിട്ടിയിട്ടില്ല, ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഈ ഭാഗ്യം കിട്ടിയിട്ടില്ല, കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഈ ഭാഗ്യം കിട്ടിയിട്ടില്ല. ഏത് ഭാഗ്യം? അള്ളാഹുവിൻ്റെ മതത്തിൻ്റെ ആളായി ഈ ലോകത്ത് ജീവിക്കുവാൻ സർവശക്തനായ പടച്ചതമ്പുരാനാൽ തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ എനിക്കും നിങ്ങൾക്കും ഉൾപ്പെടാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയ ഒരു സൗഭാഗ്യം ഈ ഭൂമിയുടെ മേലെ നമ്മളെ കാത്തു നിൽക്കുന്നില്ല എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. അത് മനസ്സിലാക്കുമ്പോഴാണ് സത്യത്തിൽ ആത്മവിശ്വാസമുള്ളവരായി നമ്മൾ മാറുക. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ ചോദിക്കുന്നില്ലേ, വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ് വഅമില സ്വാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. ഞാനൊരു മുസ്ലിമാണെന്ന് ആത്മവിശ്വാസത്തോടുകൂടി ലോകത്തിന്റെ മുമ്പിൽ വിളിച്ചു പറയുവാൻ സാധിക്കുന്നവനേക്കാൾ നല്ല വാക്ക് പറയുന്നവൻ ഈ ലോകത്താരുണ്ട് എന്നാണ് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, വിദ്യാർത്ഥിനികളെ, നാം എത്തി നിൽക്കുന്ന ഉത്തരവാദിത്തത്തിൻ്റെ ഗൗരവത്തെപ്പറ്റിയും നാം ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തത്തിൻ്റെ ഗൗരവത്തെപ്പറ്റിയും നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഈ കാര്യം സൂചിപ്പിച്ചത്. ഒരാൾ മുസ്ലിമായി കഴിഞ്ഞാൽ അയാൾ ഇസ്ലാം മതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ 2 ഉത്തരവാദിത്തങ്ങളാണ് പടച്ച തമ്പുരാൻ അയാളെ ഏൽപ്പിക്കുന്നത്. ഒന്നാമത്തെ ഉത്തരവാദിത്തം, ആ വ്യക്തി പരിപൂർണമായ ഒരു മുസ്ലിമായി ജീവിക്കുക. ഞാൻ മുസ്ലിമായി കഴിഞ്ഞാൽ എൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം എൻ്റെ ജീവിതത്തിനെ അള്ളാഹുവിന് സമർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ ഭൂമിയിൽ അള്ളാഹുവിന് സമർപ്പിക്കപ്പെട്ടവനായി ജീവിക്കുക. ആ ജീവിതം എനിക്ക് ഈ ലോകത്തും നാളെ പാരത്രിക ലോകത്തും ഉന്നതമായ പദവികൾ നൽകുമെന്ന് അള്ളാഹു നമുക്ക് വാഗ്ദത്തം ചെയ്യുന്നുണ്ട്. അല്ല, നമ്മളിപ്പോൾ പെരുന്നാൾ കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ, ബലിപെരുന്നാൾ. ആ ബലിപെരുന്നാളിൽ നമ്മൾ ഓരോരുത്തരും ഓർമ്മിച്ച ഒരു കുടുംബമുണ്ട്, മഹാനായ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കുടുംബം. ആരായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം? അദ്ദേഹം ഒരു രാജ്യത്തിന്റെ രാജാവായിരുന്നില്ല, അദ്ദേഹം ഒരു സൈന്യത്തിന്റെ സർവ്വസൈന്യാധിപനായിരുന്നില്ല, അദ്ദേഹം ഒരു പഞ്ചായത്തിന്റെ മെമ്പർ പോലുമായിരുന്നില്ല, അദ്ദേഹം ഒരു വലിയ തറവാട്ടിൽ പിറന്നവനായിരുന്നില്ല, അദ്ദേഹം ഒരു വലിയ കുടുംബത്തിന്റെ പാരമ്പര്യം അവകാശപ്പെടാൻ സാധിക്കുന്ന ഒരു ജന്മിയായിരുന്നില്ല, പണക്കാരനായിരുന്നില്ല, അദ്ദേഹം ഒരു ഗ്രന്ഥകർത്താവായിരുന്നില്ല. ലോകത്ത് എക്കാലത്തും ഓർമ്മിപ്പിക്കപ്പെടുന്ന വിധം എന്തെങ്കിലും ഒരു ഗ്രന്ഥരചനയോ ഒരു കണ്ടുപിടുത്തമോ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നടത്തിയിട്ടില്ല. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടില്ല, അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ വരക്കപ്പെട്ടിട്ടില്ല, ആ ചിത്രങ്ങൾ സൂക്ഷിക്കപ്പെട്ടിട്ടില്ല. എന്നിട്ടും 5000 വർഷങ്ങൾക്ക് ശേഷവും ആ പ്രവാചകനും കുടുംബവും നമ്മുടെ മുമ്പിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നത് പോലെ ഓർമ്മിക്കപ്പെടുന്നു. എന്തുകൊണ്ടാ? ഇബ്രാഹിം നബിയുടെ പണം കൊണ്ടാണോ? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ശക്തി കൊണ്ടാണോ? അദ്ദേഹത്തിന്റെ തന്ത്രങ്ങൾ കൊണ്ടാണോ? അദ്ദേഹത്തിന്റെ സൈനികമായ കരുത്ത് കൊണ്ടാണോ? അല്ല, അദ്ദേഹത്തിന്റെ വിശ്വാസം, അദ്ദേഹത്തിന്റെ ആ കീഴ്പ്പെടൽ, അള്ളാഹുവിനുള്ള സമർപ്പണം, ആ സമർപ്പണം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ലോകത്തിന്റെ നെറുകയിലെത്തിച്ചു. അള്ളാഹു തആല പറഞ്ഞത് വലഖദ് ഇസ്തഫൈനാഹു ഫിദ്ദുനിയ, ഈ ദുന്യാവിൽ അദ്ദേഹത്തെ നാം തെരഞ്ഞെടുത്തു. നിങ്ങൾ കേട്ടിട്ടില്ലേ? ഹാജർ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യ, ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മാതാവ്. ആരായിരുന്നു ഹാജർ? കാണാൻ സൗന്ദര്യമുള്ള ഒരു പെണ്ണായിരുന്നില്ല, ഒരു വലിയ തറവാട്ടിൽ പിറന്നവളായിരുന്നില്ല, അധികാരമുള്ളവളോ പണമുള്ളവളോ ആയിരുന്നില്ല. ആഫ്രിക്കയിലെ നാടുകളിൽ നിന്ന് അടിമകളായി പിടിച്ചുകൊണ്ടുവന്ന് അറേബ്യയുടെ അടിമച്ചന്തയിൽ വിറ്റ ഒരു കാപ്പിരി പെണ്ണായിരുന്നു ഹാജർ. പക്ഷേ ഹാജറിനെ നമ്മൾ മറക്കുകയില്ല. ഈ ലോകത്ത് മുസ്ലിങ്ങൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം, അവൻ നമസ്കരിക്കുന്നിടത്തോളം കാലം ആ നമസ്കാരത്തിൽ അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം. ആരായിരുന്നു ഇബ്രാഹിം നബിയുടെ കുടുംബം എന്ന ചോദ്യത്തിന് ലോകാവസാനം വരെയുള്ള മുസൽമാന്റെ മനസ്സിൽ ആ ഉയരം കുറഞ്ഞ ചുരുണ്ട മുടിയുള്ള പതിഞ്ഞ മൂക്കുള്ള കാണാൻ സൗന്ദര്യമില്ലാത്ത കാപ്പിരിയായ ഹാജർ എന്ന സ്ത്രീ ലോകത്തിന്റെ മുമ്പിൽ ബാക്കിയായി കിടക്കും. എന്താണ് ഹാജറിനെ ലോകത്തിന്റെ മുമ്പിൽ വിസ്മരിക്കാത്തവളാക്കി മാറ്റിയത്? ഹാജറിന്റെ പണമായിരുന്നില്ല, ഹാജറിന്റെ സൗന്ദര്യമായിരുന്നില്ല, തറവാടായിരുന്നില്ല, അവരുടെ പ്രവർത്തനങ്ങളായിരുന്നില്ല. അള്ളാഹുവിന് വേണ്ടി അവർ സമർപ്പിച്ച ആ ജീവിതത്തിന് അള്ളാഹു നൽകിയ പ്രതിഫലമാകുന്നു അത്. വലഖദ് ഇസ്തഫൈനാഹു ഫിദ്ദുനിയ വഇന്ന
വഇന്നഹു ഫിൽ ആഖിറതി ലമിനസ് സ്വാലിഹീൻ. നാളെ പരലോകത്ത് സ്വർഗാവകാശികളാകുന്ന സ്വർഗത്തിന്റെ ഉടമകളായിരിക്കും അവർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ നമ്മളെ പഠിപ്പിച്ചു. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ ലോകത്തെ ജീവിതത്തിൽ വിജയിക്കുവാൻ നമ്മുടെ മുമ്പിലുള്ള മാർഗം എന്താണ്? ആ മാർഗങ്ങൾ തേടി നിങ്ങൾ കൗൺസിലർമാരെ തെരഞ്ഞു പോകേണ്ടതില്ല, സൈക്യാട്രിസ്റ്റുകളെ തെരഞ്ഞു പോകേണ്ടതില്ല, ജീവിത വിജയത്തിന് വേണ്ടി നിങ്ങൾ പുതിയ സൂത്രവാക്യങ്ങൾ അന്വേഷിക്കേണ്ടതില്ല. ഈ ലോകത്തിലെ ജീവിതത്തിനും അതിനപ്പുറം നീണ്ടുകിടക്കുന്ന വിശാലമായ പരലോകത്തിലെ വിജയത്തിനും നമ്മുടെ മുമ്പിലുള്ള മാർഗം എന്താണ് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തന്നു. ഫമനി വൈമ്മാ യഅ്തിയന്നകും മിന്നീ ഹുദാ, ഞാനിതാ നിങ്ങൾക്ക് ചില മാർഗനിർദ്ദേശങ്ങൾ തരാം, ഞാനിതാ നിങ്ങൾക്ക് ചില സൂചകങ്ങൾ തരാം. ആ മാർഗനിർദ്ദേശങ്ങളെ ആരാണോ പിൻപറ്റി ജീവിക്കുന്നത് അവർക്ക് ദുഃഖിക്കേണ്ടി വരികയില്ല, അവർക്ക് വേദനിക്കേണ്ടി വരികയില്ല. വലാ യളില്ലു വലാ യഷ്ഖാ, അവർ വഴിപിഴക്കുകയില്ല, അവർ ദൗർഭാഗ്യവാന്മാരായി തീരുകയില്ല. അതായത് ഈ ലോകത്ത് സങ്കടപ്പെടാതെ ജീവിക്കാൻ, ദുഃഖമില്ലാതെ ജീവിക്കാൻ, കഷ്ടപ്പെടാതെ ജീവിക്കാൻ, സങ്കടമില്ലാതെ ജീവിക്കാൻ, വഴിപിഴച്ചു പോകാതെ ജീവിക്കാൻ, നിർഭാഗ്യവാനാവാതെ ജീവിക്കാൻ നിങ്ങളുടെ മുമ്പിൽ ഇതാ ഒരു മാർഗം. അള്ളാഹുവിൻ്റെ മതത്തിൻ്റെ നിയമങ്ങളെ ആരാണോ മുറുകെ പിടിക്കുന്നത് അവർക്ക് ഈ ലോകത്ത് സങ്കടങ്ങളില്ലാതെ ജീവിക്കാൻ സാധിക്കുമെന്ന് പടച്ച തമ്പുരാൻ നമുക്ക് വാക്ക് നൽകുന്നു. അതുകൊണ്ട് ഈ അറബിക് സമ്മേളനത്തിൽ പങ്കെടുത്ത എൻ്റെ മുഴുവൻ സഹോദരന്മാരോടും സഹോദരിമാരോടും എനിക്ക് ബോധ്യപ്പെടുത്താനുള്ളത്, ജീവിതത്തിൻ്റെ വിജയത്തിന് വേണ്ടി, നൈമിഷികമായ വിജയത്തിന് വേണ്ടി അള്ളാഹുവിൻ്റെ ദീനിൻ്റെ നിയമങ്ങളെ വലിച്ചെറിയുന്ന ഒരു സമൂഹമായി നമ്മൾ മാറരുത്. ഇതാണ് ഒന്നാമതായി ബോധ്യപ്പെടുത്താനുള്ളത്. രണ്ടാമത്തെ കാര്യം കൂടി സൂചിപ്പിക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് എൻ്റെ സംസാരം അവസാനിക്കും. രണ്ടാമത്തെ വിജയം, ലോകത്തിന് വെളിച്ചമാവേണ്ടവരാകുന്നു നമ്മൾ. എങ്ങനെയാണ് ഒരു വ്യക്തി ഈ ലോകത്ത് മുസ്ലിമായിട്ട് ജീവിക്കേണ്ടത് എന്ന് ഈ ലോകത്തിന് കാണിച്ചു കൊടുക്കേണ്ടവരാകുന്നു നമ്മൾ. അല്ലാഹു സുബ്ഹാനഹു തആല ഈ ലോകത്തിന്റെ വെളിച്ചം അത് ഒതുക്കി വെച്ചത് വിശുദ്ധ ഖുർആനിന്റെ വരികളിലാണ്. ആ വിശുദ്ധ ഖുർആനിന്റെ വരികളാണ് ലോകത്തിന് വെളിച്ചമായി തീരുന്നത്. ഒരു കാര്യം ഞാൻ സാന്ദർഭികമായി സൂചിപ്പിച്ചു കൊള്ളട്ടെ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് അറേബ്യയിൽ ഉണ്ടാക്കിയ മാറ്റത്തെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ രാജ്യങ്ങളിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് മാറ്റങ്ങൾ ഉണ്ടാവാറുണ്ട്. ഒരു ഗവൺമെന്റ് മദ്യം നിരോധിച്ചു. 5 കൊല്ലം കഴിഞ്ഞപ്പോഴേക്ക് ആ മദ്യനിരോധനത്തിന്റെ ഇരുവശങ്ങളെ കുറിച്ചും ചിന്തിച്ച് മദ്യനിരോധനത്തിന്റെ കാര്യത്തിൽ എന്ത് നിലപാടെടുക്കണം എന്ന് ചിന്തിക്കേണ്ടിടത്ത് നമ്മുടെ രാജ്യങ്ങളും നമ്മുടെ ഭരണഘടനയും എത്തിയിരിക്കുന്നു. ഈ ലോകമുണ്ടാക്കുന്ന പല നിയമങ്ങളും വർഷങ്ങൾക്ക് പോലും ആയുസ്സില്ലാതെ അത് മാറ്റിക്കൊണ്ടേയിരിക്കേണ്ടി വരുന്നു. അല്ല, ഈ ലോകം ദർശിച്ച ഏറ്റവും ബുദ്ധിമാന്മാരായ മനുഷ്യന്മാരാരാണെന്ന് ചോദിച്ചാൽ ഭൗതിക ശാസ്ത്രത്തിന് പറയാൻ സാധിക്കുന്ന ഉത്തരം കാറൽ മാർക്സും ഫ്രെഡറിക് ഏംഗൽസും എന്ന മറുപടിയാണ്. ലോകത്ത് പണക്കാരന്റെ മുമ്പിൽ, മുതലാളിയുടെ മുമ്പിൽ വൈകുന്നേരം വരെ പണിയെടുത്ത് കുഴങ്ങി തളർന്ന് അവസാനം കൂലിക്ക് വേണ്ടി ഓച്ചാനിച്ച് ഒക്കത്ത് വെച്ച തോർത്തുമുണ്ടുമായി കുനിഞ്ഞു നിൽക്കേണ്ട തൊഴിലാളിയുടെ അവസ്ഥയിൽ നിന്ന് തൊഴിലാളിയെ രാജാവാക്കി മാറ്റിയ ഒരു വ്യവസ്ഥിതിയുടെ, ഒരു സംസ്കൃതിയുടെ പര്യായങ്ങളായി ലോകത്തറിയപ്പെടുന്ന കാറൽ മാർക്സും ഫ്രെഡറിക് ഏംഗൽസും ലോകത്ത് ബുദ്ധിജീവികളുടെ ബുദ്ധിയുടെ ഉദാഹരണങ്ങളാണ്. പക്ഷേ അവരുടെ ബുദ്ധികൾക്കും അവരുടെ തത്വങ്ങൾക്കും രാഷ്ട്രങ്ങളുടെ പിന്തുണയുണ്ടായിട്ടും, ഗവൺമെന്റുകളുടെ പിന്തുണയുണ്ടായിട്ടും, വിപ്ലവങ്ങളുടെ പിന്തുണയുണ്ടായിട്ടും, ഒരു പുരുഷായുസിനപ്പുറം, ഒരു 75 കൊല്ലത്തിനപ്പുറം ലോകത്തിന്റെ ഗതിയെ നിയന്ത്രിക്കാൻ, മനുഷ്യർക്ക് വഴി കാണിക്കാൻ ആ തത്വശാസ്ത്രങ്ങൾക്കായില്ല. മാറ്റി എഴുതേണ്ടി വന്നു. 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു സാമ്രാജ്യത്തിന്റെ പിൻബലമില്ലാതെ, ആയുധത്തിന്റെ പിൻബലമില്ലാതെ, സാങ്കേതികതയുടെ പിൻബലമില്ലാതെ, അറേബ്യയുടെ ഊഷരമായ മരുഭൂമിയിൽ മൈക്കില്ലാതെ, സ്റ്റേജില്ലാതെ, സമ്മേളനങ്ങളില്ലാതെ, ചെറിയ പാറപ്പുറത്ത് കയറി നിന്ന്, ഒട്ടകപ്പുറത്ത് കയറി നിന്ന് ആ മഹാനായ പ്രവാചകൻ പറഞ്ഞ കാര്യങ്ങൾ 15 നൂറ്റാണ്ടിനിപ്പുറവും ഈ ലോകത്ത് ജീവിക്കുക. സൗദി അറേബ്യയിൽ ഒരു കള്ള് ഷാപ്പ് ഉണ്ടായിട്ട് 1500 കൊല്ലങ്ങൾ കഴിഞ്ഞിരിക്കുന്നു കൂട്ടരെ. 1500 കൊല്ലങ്ങൾക്ക് മുമ്പ് അറേബ്യയിൽ, മക്കയിലും മദീനയിലും നിരനിരക്ക് മദ്യത്തിന്റെ ഷാപ്പുകൾ ഉണ്ടായിരുന്നു. അവിടെയാണ് ലോകത്തിന്റെ ഗുരുനാഥൻ പറഞ്ഞത്, മദ്യം പാടില്ല,
ആ പറഞ്ഞിട്ട് 1500 കൊല്ലങ്ങൾ കഴിഞ്ഞു. ഇന്നും നാഗരികതയുടെ പരിവേഷവുമായി ജീവിക്കുന്ന ലോകത്തിൽ ഏറ്റവും വലിയ നഗരമെന്ന് അവകാശപ്പെടാവുന്ന, പരിഷ്കൃതമായ നഗരമെന്ന് അവകാശപ്പെടുന്ന ജിദ്ദയും മക്കയും മദീനയും റിയാദും ദമാമും ഉൾക്കൊള്ളുന്ന ആ സൗദി അറേബ്യയുടെ മണ്ണിൽ 1500 കൊല്ലമായി ഒരു മദ്യഷാപ്പ് തുറന്നിട്ടില്ല, ഒരു കള്ള് ഷാപ്പ് തുറന്നിട്ടില്ല. ആരാ പറഞ്ഞത് തുറക്കരുത് എന്ന്? 1500 കൊല്ലം മുമ്പ്. 1500 കൊല്ലം എന്നത് മനുഷ്യ ചരിത്രത്തിലെ നീളമുള്ള ഒരു കാലഘട്ടമാണ്. ആ 1500 കൊല്ലത്തിന്റെ ഇപ്പുറം ആ ഒരൊറ്റ മനുഷ്യന്റെ വാക്ക്, പ്രവാചകന്റെ ഒരൊറ്റ വാക്ക്, ആ നാട്ടിൽ പിന്നെ കള്ള് ഷാപ്പുകൾ തുറന്നിട്ടില്ല. അത് ചില്ലറ മാറ്റ. 5 കൊല്ലം മുമ്പ് ഒരു ഗവൺമെന്റ് മദ്യഷാപ്പുകൾ അടക്കണമെന്ന് പറഞ്ഞപ്പോ 5 വർഷം കഴിഞ്ഞപ്പോഴേക്ക് ആ നടപടിയെ പുനർവിചിന്തനം ചെയ്യണമെന്ന് രാഷ്ട്രീയ നേതാക്കന്മാർ ആവശ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ 1500 കൊല്ലമായി തുറക്കാത്ത മദ്യഷാപ്പുകൾ എങ്ങനെ അറേബ്യയുടെ മണ്ണിലുണ്ടായി എന്ന് ചിന്തിക്കണ്ടേ നമ്മൾ? വസ്ത്രങ്ങളില്ലാതെ, ശരീരത്തിൽ നൂലില്ലാതെ ആണും പെണ്ണും ഒരുമിച്ച് വിശുദ്ധമായ കഅബാലയത്തിനെ തവാഫ് ചെയ്യുമായിരുന്ന ആ നാട്ടിലെ മനുഷ്യരെ തുണി ഉടുപ്പിച്ചു പ്രവാചകൻ. എത്രത്തോളം എന്നറിയുമോ? ഇന്ന് ലോകത്തിന്റെ മുമ്പിൽ ആണും പെണ്ണും ഏറ്റവും കൂടുതൽ വസ്ത്രങ്ങൾ കൊണ്ട് ശരീരം മറക്കുന്ന രാജ്യമേതാണ് എന്ന ചോദ്യത്തിന്റെ മറുപടി സൗദി അറേബ്യ എന്ന മറുപടിയാണ്. മനുഷ്യന്മാർ വസ്ത്രം കൊണ്ട് ഇത്രമാത്രം ആണും പെണ്ണും ശരീരം മറക്കുന്ന മറ്റൊരു ഭൂവിഭാഗം ലോകത്തിന്റെ മേലെ കണ്ടെത്താൻ കഴിയില്ല. കൂട്ടരെ, വസ്ത്രം ധരിക്കാൻ മടി കാണിച്ചിരുന്ന ഒരു ജനതയെ കൊണ്ട് 1500 കൊല്ലത്തിനിപ്പുറവും ലോകത്ത് ഏറ്റവും കൂടുതൽ വസ്ത്രം ധരിക്കുന്ന ഒരു ജനവിഭാഗമാക്കി മാറ്റിയെടുക്കാൻ അള്ളാഹുവിന്റെ പ്രവാചകന് കഴിഞ്ഞത് ഏതൊരു സാങ്കേതിക വിദ്യയുടെ പിൻബലം കൊണ്ടാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇത് നമ്മളിത് പഠിക്കുന്ന ആൾക്കാരല്ലേ, നമ്മളിത് പഠിക്കുന്നവരാ. 360 ചില്ലാനം വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ സങ്കടങ്ങളും പ്രയാസങ്ങളും നൊമ്പരങ്ങളും കണ്ണുനീരും സമർപ്പിച്ച് ജീവിച്ചിരുന്ന ഒരു ജനതയോട് ഒരൊറ്റ ദൈവത്തെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ എന്ന് 1500 കൊല്ലങ്ങൾക്ക് മുമ്പ് മൈക്കില്ലാതെ, സ്റ്റേജില്ലാതെ, വീഡിയോ ഇല്ലാതെ, റെക്കോർഡിംഗ് ഇല്ലാതെ, 10,000ങ്ങളില്ലാതെ, പന്തലില്ലാതെ ലോകത്തിന്റെ ഹബീബ് പറഞ്ഞുവെങ്കിൽ 1500 കൊല്ലത്തിനിപ്പുറവും ആ മണ്ണിൽ ഒരൊറ്റ ദൈവമല്ലാതെ രണ്ടാമതൊരു ശക്തി കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല. ഒരു പെൺകുട്ടി ജനിച്ചാൽ ആ പെൺകുട്ടി ജനിച്ചത് മാനക്കേടായി കണ്ടിരുന്ന ഒരു നാട്ടിൽ പെണ്ണ് ഏറ്റവും വിലയുള്ള ഒരു പെണ്ണ് ഏറ്റവും വിലയുള്ള നാട് ഏതാണെന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിന്റെ മറുപടി സൗദി അറേബ്യ എന്ന് ലോകത്തിന്റെ മുമ്പിൽ ഉത്തരം കുറിച്ചിടാൻ കഴിഞ്ഞത് 14 നൂറ്റാണ്ട് മുമ്പ്, 1500 കൊല്ലങ്ങൾക്ക് മുമ്പ് ആ പ്രവാചകന്റെ പാഠമായിരുന്നു. നിങ്ങൾ ചിന്തിക്കേണ്ട വസ്തുത ഇതാണ്. 1500 കൊല്ലം ഒരു മനുഷ്യന്റെ വാക്കുകൾ ലോകത്ത് നിലനിൽക്കത്തക്ക എന്ത് പ്രത്യേകതയാണ് ആ മനുഷ്യന്റെ വാക്കുകൾക്കുണ്ടായത്? എന്തൊക്കെ മാറ്റങ്ങളുണ്ടായി 15 നൂറ്റാണ്ടുകൾ കൊണ്ട്. ലോകത്തിന്റെ ഗതിയിൽ തന്നെ എന്തൊക്കെ മാറ്റങ്ങളുണ്ടായി. ആ മാറ്റങ്ങൾ ഉണ്ടായപ്പോഴും ആ മാറ്റങ്ങൾക്കൊന്നും വശംവദമാകാത്ത ഒരു നിയമ സംഹിതയായി ഇസ്ലാമിന്റെ നിയമ സംഹിതകൾ ലോകത്ത് നിലനിൽക്കാനുണ്ടായ കാരണം എന്താണ്? ചിന്തിക്കണം നമ്മൾ. നോക്കൂ, അവിടെയാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണ് സമൂഹത്തിൽ പരിവർത്തനം ഉണ്ടാക്കിയത് എന്ന ചോദ്യം പ്രസക്തമാക്കുന്നത്. ആയുധങ്ങൾ കൊണ്ടല്ല, പണം കൊണ്ടല്ല, അധികാരം കൊണ്ടല്ല, ഭീഷണിപ്പെടുത്തിയിട്ടല്ല, പ്രലോഭിപ്പിച്ചിട്ടല്ല. എങ്ങനെയാണ് പ്രവാചകൻ ഈ സമൂഹത്തിൽ മാറ്റമുണ്ടാക്കിയത്? ആ ചോദ്യത്തിന്റെ മറുപടിയാണ് വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ജുമുഅയുടെ 2-ാമത്തെ ആയത്ത്. ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മിയീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതി വയുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ അവർ കോതിക്കൊടുക്കുകയും ആ ആയത്തുകളിലൂടെ അവരെ സംസ്കരിക്കുകയും ആ ആയത്തുകളിലൂടെ സംസ്കരിക്കപ്പെട്ട ഒരു സമൂഹം ഉണ്ടാവുകയും ചെയ്തു. ഇത് ഞാൻ പറയുമ്പോൾ എൻ്റെ മുമ്പിലിരിക്കുന്ന വിശുദ്ധ ഖുർആൻ പഠിക്കുന്ന, അറബി കോളേജിൽ പഠിക്കുന്ന, അറബി പഠിക്കുന്ന എൻ്റെ സഹോദരീ സഹോദരന്മാർക്ക് വെറുതെ തോന്നിയേക്കാവുന്ന ഒരു സംശയമുണ്ട്. അങ്ങനെ ഖുർആൻ പഠിച്ചാലേ ഭയങ്കര മാറ്റമൊക്കെ ഉണ്ടാവുമെങ്കിൽ ഞാൻ ഇപ്പം എത്രങ്ങാനും സൂറത്ത് പഠിച്ചു, എനിക്ക് ഒരുവിധം സൂറത്തിൻ്റെ അർത്ഥമൊക്കെ അറിയാലോ, ഒരുവിധം ആയത്തിൻ്റെ വിശദീകരണമൊക്കെ അറിയാലോ, 30 ജുസും ഞാൻ പഠിച്ചിട്ടുണ്ടല്ലോ, എന്നിട്ട് എൻ്റെ ജീവിതത്തിൽ എന്തേ ആ വിശുദ്ധ ഖുർആൻ കൊണ്ട് ഇതുപോലെ പറയപ്പെട്ട മാറ്റങ്ങളൊന്നും ഉണ്ടാവാത്തത് എന്ന് പുറത്തേക്ക് ചോദിക്കാൻ മടിയുണ്ടെങ്കിലും മനസ്സുകൊണ്ട് ചോദിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ നമ്മുടെ മുമ്പിലുണ്ടാവാം. അവിടെയാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുണ്ടിൽ നിന്ന് ഖുർആൻ പഠിച്ച സ്വഹാബത്തും
നമ്മുടെ ഖുർആൻ പഠനവും തമ്മിലുള്ള വ്യത്യാസം. ഖുർആൻ പഠനം കൊണ്ട് ഞാനും നിങ്ങളും അർത്ഥമാക്കിയത് തജ്വീദ് അനുസരിച്ച് ഖുർആൻ ഓതാനും മഖ്റജുകളിൽ നിന്ന് അക്ഷരങ്ങൾ വായിക്കാനും ആയത്ത് കേൾക്കുമ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാനുമുള്ള കഴിവാണ് ഖുർആൻ പഠനമെന്ന് ഞാനും നിങ്ങളും തെറ്റിദ്ധരിച്ചു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ഇരുന്ന് ഖുർആൻ പഠിച്ച അവിടുത്തെ സ്വഹാബത്ത് അവർ എങ്ങനെയാണ് ഖുർആൻ പഠിച്ചത് എന്ന് അവർ നമുക്ക് പഠിപ്പിച്ചു തന്നു. അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ നാവിൽ നിന്ന് 3 or 4 ആയത്തുകൾ കേട്ട് കഴിഞ്ഞാൽ ആ ആയത്തുകൾ ഞങ്ങളുടെ ജീവിതത്തിൽ പകർത്തിയിട്ടല്ലാതെ അടുത്ത ആയത്തുകളിലേക്ക് ഞങ്ങൾ പോകാറില്ലായിരുന്നു എന്ന് ആ സ്വഹാബത്ത് പറയുമ്പോൾ എങ്ങനെയാണ് ഖുർആൻ പഠിക്കേണ്ടത്, നമ്മൾ പഠിച്ചിടത്ത് എവിടെയാണ് തകരാറ് എന്ന് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നമുക്ക് ബോധ്യമാവേണ്ടതുണ്ട്. നോക്കണം, നിങ്ങൾ അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിൽ ആയത്തിറങ്ങുകയാണ്, മദ്യം കുടിക്കാതെ ജീവിക്കാൻ കഴിയാത്ത ഒരു സമൂഹത്തോട് മദ്യം ഒഴിവാക്കണമെന്ന് ആയത്തിറങ്ങിയപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലെ, ഞങ്ങളുടെ കടകളിൽ ഷോക്കുള്ള, ഞങ്ങളുടെ വീടുകളിൽ വാങ്ങിവെച്ച, ഞങ്ങളുടെ കൈവശമുള്ള വില കൂടിയ ആ മദ്യം കുടിച്ചു തീരുന്നത് വരെ, വിറ്റ് തീരുന്നത് വരെ ഈ നിയമം പിൻവലിക്കണമെന്ന് ഒരാൾ പോലും പ്രവാചകനോട് പറഞ്ഞില്ല. ആയത്ത് കേൾക്കേണ്ട താമസം മദ്യത്തിന്റെ പാത്രങ്ങൾ റോഡിലേക്ക് ഒഴുകി എന്ന് ചരിത്രം നമ്മളെ ബോധ്യപ്പെടുത്തുക. നിങ്ങൾക്കറിയോ, വിശുദ്ധ ഖുർആനിൽ സ്ത്രീകളോട് തലമറക്കുന്ന വസ്ത്രം കൊണ്ട് മാറുകൂടി മറക്കണം അഥവാ മുഖമക്കന ധരിക്കണമെന്ന ഖുർആനിന്റെ ആയത്ത് വന്നപ്പോ പാടത്തും പറമ്പിലും പണിയെടുക്കുന്ന സഹാബ വനിതകൾ കൂടിച്ചേർന്ന് അടുത്ത പെരുന്നാളിന് മക്കനയെടുക്കുമ്പോൾ നമുക്ക് ഇതുപോലത്തെ മക്കന വാങ്ങാം എന്നവർ പറഞ്ഞില്ല. നാളെ വീട്ടിൽ പോയിട്ട് ഒന്ന് തുന്നി ഉണ്ടാക്കി ഇതുപോലത്തെ മക്കനയിട്ട് നാളെ പണിക്ക് വരാം എന്നവർ പറഞ്ഞില്ല. ചരിത്രം പറയുന്നത് ആ ഖുർആനിന്റെ വചനം കേട്ടപ്പോൾ പാടത്തും പറമ്പിലും പണിയെടുക്കുന്ന സഹാബ വനിതകൾ വേലികളിൽ പടർന്നു കിടക്കുന്ന ഒരു തരം വള്ളികളിൽ നിന്ന് മുള്ളുകൾ പൊട്ടിച്ചെറുത്ത് ആ മുള്ളുകൾ കൊണ്ട് അവരവരുടെ മക്കന കുത്തി എന്ന് ചരിത്രം നമ്മളെ പഠിപ്പിക്കുമ്പോൾ ഖുർആനികമായ ഒരു വചനത്തിന് ജീവിതത്തിൽ പകർത്താൻ അവർ നീക്കിവെച്ച സമയം എത്രയായിരുന്നു എന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. ഓരോ രംഗത്തും ഈ മാറ്റം നമുക്ക് കാണാനാവും. അതുകൊണ്ട് നമ്മൾ ഖുർആൻ പഠിക്കുന്നവരാണ് എന്നുള്ള നമ്മുടെ അവകാശവാദം സത്യമാവണമെങ്കിൽ ആ വിശുദ്ധ ഖുർആൻ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറണം. ആ ഖുർആൻ പഠിപ്പിക്കുന്ന മാറ്റങ്ങളും ആ ഖുർആൻ പഠിപ്പിക്കുന്ന സംസ്കൃതിയും ആ ഖുർആൻ പഠിപ്പിക്കുന്ന ജീവിതത്തിലെ അനിവാര്യമായ മാറ്റങ്ങളും അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. ലോകത്ത് ഇസ്ലാം മതത്തിലേക്ക് നിരന്തരമായി ആൾക്കാർ വന്നുകൊണ്ടിരിക്കുക. ഇപ്പം നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എന്താ? നിങ്ങളൊക്കെ പറയും, ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും മുസ്ലിങ്ങൾക്കെതിരെ ക്രൂരമായ മർദ്ദനങ്ങളും പീഡനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന, മുസ്ലിങ്ങളെ അരക്ഷിതത്വത്തിൻ്റെ മരുഭൂമിയിലേക്ക് വലിച്ചെറിയുന്ന രാഷ്ട്രീയ കാലാവസ്ഥയാണ് ലോകത്തുള്ളത് എന്ന് ഒരുപക്ഷെ വർത്തമാന പത്രങ്ങളും മാധ്യമങ്ങളും കാണുന്ന നമുക്ക് ഓരോരുത്തർക്കും തോന്നിയേക്കാം. ഒരു കാലത്ത് ഇസ്ലാമിൻ്റെ മുസ്ലിങ്ങളുടെ ജീവിത സൗന്ദര്യത്തിൻ്റെ സുഭിക്ഷതയുടെ ഉദാഹരണമായിരുന്ന സിറിയയിലെ സുന്ദരികളായ പെൺകുട്ടികൾ യൂറോപ്യൻ രാജ്യങ്ങളുടെ മുള്ളുവേലികൾക്കിപ്പുറം ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി പട്ടാളക്കാർക്ക് മാനം വിറ്റ് അവർ എറിഞ്ഞു കൊടുക്കുന്ന റൊട്ടി കഷ്ടത്തിന് വേണ്ടി യാചനയോടുകൂടി കാത്തിരിക്കുന്ന ഒരു കാലത്ത് ഇസ്ലാമിക സംസ്കൃതിയുടെ, ഇസ്ലാമിക സംസ്കാരത്തിന്റെ ഉത്തമോദാഹരണങ്ങളായി നമ്മൾ വിളിച്ചു പറഞ്ഞിരുന്ന ഇറാനും ഇറാഖും അഫ്ഗാനിസ്ഥാനും ഒക്കെ മുസ്ലിങ്ങളുടെ ശവപ്പറമ്പായി മാറിയ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, നമുക്കൊരിക്കലും തോന്നരുത് ഇസ്ലാം സഞ്ചരിക്കുന്നത് ഏറ്റവും പ്രയാസകരമായ ഒരു കാലത്തിലൂടെയാണ് എന്ന്. കാരണം മനുഷ്യന്റെ ഇസ്ലാമിന്റെ ചരിത്രം പഠിക്കുന്നവരാണ് നമ്മൾ. ആ ചരിത്രം പഠിക്കുമ്പോൾ നമ്മളൊക്കെ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ഒരിക്കലും തൂവെള്ള മണൽ വിരിച്ച പൂവിരിച്ച പരവതാനിയിലൂടെ സഞ്ചരിക്കാൻ ഈ ലോകത്തിലെ മുസൽമാന് ഭാഗ്യം കിട്ടിയിട്ടില്ല. അവൻ ജീവിച്ച കാലഘട്ടങ്ങളിൽ എന്നും ക്രൂരമായ മർദ്ദനങ്ങൾക്കും പീഡനങ്ങൾക്കും അവൻ വിധേയനായിട്ടുണ്ട്. ഫറോവാന്റെ കൊട്ടാരത്തിൽ സർവമാന സുഖങ്ങളോടെ ജീവിക്കേണ്ട ഫിറഔന്റെ ഭാര്യ ഇസ്ലാം മതം സ്വീകരിച്ചപ്പോൾ ചവിട്ടി ചോര തുപ്പി റൂമിന്റെ മൂലയിൽ ചുരുണ്ടുകൂടി കിടക്കേണ്ടി വന്ന ആ മഹദിയെ നമ്മുടെ വിശ്വാസത്തിന്റെ, ആദർശത്തിന്റെ, അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി, മാതൃകയായി പഠിപ്പിക്കപ്പെട്ട മതമാണ് നമ്മൾ. പണ്ട് ഗുജറാത്ത് കലാപത്തിലെ ഗർഭിണിയായ പെണ്ണിന്റെ വയറ് പിളർത്തി
അവളുടെ ചോരക്കുഞ്ഞിനെ തൃശൂലം കൊണ്ട് കുത്തിയെടുത്ത് തീയിൽ കാട്ടി വേവിക്കുന്ന കാഴ്ച കണ്ടപ്പോൾ ചോര മരവിച്ചു പോയവരാ നമ്മൾ. പക്ഷേ പരസ്പരം കാണത്തക്ക വിധം ഈത്തപ്പന മരങ്ങളിൽ അമ്മാറിനെയും യാസിറിനെയും സുമയ്യയെയും കെട്ടിയിട്ട് ബാപ്പയും മകനും കണ്ടു നിൽക്കെ പഴുപ്പിച്ച ഇരുമ്പിന്റെ ദണ്ട് നഗ്നമായ ശരീരത്തിലൂടെ അടിച്ചു കയറ്റി മറുഭാഗത്തിലൂടെ പുറത്തു വന്നപ്പോ ഈത്തപ്പന മരത്തിൽ വിറച്ച് പടഞ്ഞ് ജീവിതം നിശ്ചലമായ സുമയ്യ റളിയല്ലാഹു അൻഹ ആ കാഴ്ച കാണാൻ കഴിയാതെ ബോധരഹിതരായി കിടക്കുന്ന അമ്മാറും യാസിറും അവർക്ക് മുമ്പിൽ നിസ്സഹായനായി മുട്ടുകുത്തി നിന്ന് പടച്ച റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന അല്ലാഹുമ്മ ലാ തുഅദ്ദിബ് അഹദൻ മിൻ ആലി യാസിർ ബിന്നാർ, അല്ലാഹുവേ ഈ യാസിർ കുടുംബത്തിൽ നിന്ന് ഒരാളെയും നീ നരകം കൊണ്ട് ശിക്ഷിക്കരുതേ റബ്ബേ എന്ന് പടച്ച റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചിത്രം നമ്മുടെ മനസ്സിലുണ്ടാവണം. മക്കയിലെ കഅബാലയത്തിന്റെ മുമ്പിൽ ജനക്കൂട്ടം ആർത്തട്ടഹസിച്ച് കൈയടിച്ച് അവർ എന്തോ പ്രോത്സാഹിപ്പിക്കുന്നു. അവർക്ക് മുമ്പിൽ ഒരു മനുഷ്യജീവി കിടക്കുന്നുണ്ട്. ആ മനുഷ്യജീവിയുടെ തലയിലേക്ക് 3 ദിവസം മുമ്പ് ചത്ത ഒരൊട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ് വീർത്ത പുഴുവരിക്കുന്ന അതിൻ്റെ കൊടൽമാലകൾ വലിച്ചിട്ട് ആ കൊടൽമാലകൾക്കുള്ളിൽ തല കുടുങ്ങി ശരീരം പെടയുന്ന ലോകത്തിന്റെ ഗുരുനാഥനെ കണ്ട് കൈയടിച്ച് ചിരിക്കുന്ന ഒരു ജനക്കൂട്ടം അരുതെന്ന് പറയാൻ പോലും ആരുമില്ല. അവസാനം മക്കയിലെ കഅബാലയത്തിന്റെ സമീപത്തുള്ള കുന്നിൻ മുകളിലൂടെ നടന്നു പോകുന്ന ഒരാൾ ഒരു കൊച്ചു വീടിന്റെ മുമ്പിലെത്തിയപ്പോൾ ആ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു, നിങ്ങളുടെ മുഹമ്മദിനെ കഅബാലയത്തിന്റെ അടുക്കൽ ആളുകൾ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട്. ആ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയത് ഒരു കിളുന്ത് പെൺകുട്ടി, നമുക്കവളെ ഫാത്തിമ എന്ന് വിളിക്കാം. പ്രവാചകന്റെ പ്രിയപ്പെട്ട പുത്രി ഓടി വന്ന് ജനക്കൂട്ടത്തിനെ മാറ്റി നിലത്ത് കിടന്ന് പടക്കുന്ന പിതാവിന്റെ തലഭാഗത്ത് വന്നിരുന്ന് പുഴുവരിച്ച് കയ്യിലേക്ക് പിടിച്ചാൽ മുറിഞ്ഞു പോരുന്ന ആ കൊടൽമാലകൾ വലിച്ചെടുത്ത് പിതാവിന്റെ കയ്യും പിടിച്ച് വീട്ടിലേക്ക് നടന്നുപോയ ദയനീയമായ കാഴ്ച നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. അതേപോലെ തന്നെ ഒരാശ്വാസത്തിന് വേണ്ടി തായിഫിലേക്ക് പോയ പ്രവാചകനെ പേപ്പട്ടിയെ ഓടിക്കുന്ന ലാഘവത്തോടുകൂടി തായിഫുകാർ ഓടിച്ചപ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകന്റെ ദേഹത്ത് കല്ല് വന്ന് വീഴാതിരിക്കാൻ പ്രവാചകന്റെ പിന്നിൽ നിന്ന് ഉടുത്ത മുണ്ടടിച്ച് പ്രവാചകന്റെ ദേഹത്തേക്ക് വന്ന കല്ലുകളെ തടയാൻ ശ്രമിച്ച സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ ഓട്ടം നമ്മുടെ മനസ്സിലുണ്ടാവണം. പൊന്നാര കൂട്ടരെ, ഇപ്പൊ അനുഭവിക്കുന്നതൊന്നും ഒന്നല്ല. കഴിഞ്ഞുപോയ കാലഘട്ടത്തിൽ ഈ സമൂഹം അനുഭവിച്ച പ്രയാസങ്ങളും ദുരന്തങ്ങളും ചില്ലറയല്ല. അനുഭവിച്ചേക്കാം. എന്തനുഭവിച്ചാലും പടച്ച റബ്ബിന്റെ കനിവായി നമുക്ക് കിട്ടിയ, അള്ളാഹുവിന്റെ അനുഗ്രഹമായി നമുക്ക് കിട്ടിയ, അള്ളാഹുവിന്റെ ഔദാര്യമായി കിട്ടിയ ഈ ആദർശത്തിന് ഈ ലോകത്തിലെ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി പണയപ്പെടുത്താതെ മറ്റൊരുത്തന്റെ കണ്ണുകൾക്ക് സുഖം പകരുവാൻ എന്റെ വസ്ത്രങ്ങൾ അഴിച്ചു വെക്കുകയില്ല എന്ന് തീരുമാനമെടുക്കാൻ, മറ്റൊരുത്തന്റെ കണ്ണുകൾക്ക് വിരുന്നൊരുക്കാൻ, എന്റെ ശരീരത്തിന് പച്ചക്ക് കൊത്തിവലിക്കാൻ മറ്റൊരുത്തന് ഞാൻ എറിഞ്ഞു കൊടുക്കുകയില്ല എന്ന തീരുമാനമെടുക്കാൻ, അതുപോലത്തെ ലോകത്തിന്റെ സുഖാഡംബരങ്ങൾക്ക് വേണ്ടി ജീവിതത്തിനെ പണയപ്പെടുത്തുന്നവന്റെ കൂട്ടത്തിൽ അധികാരത്തിന് വേണ്ടി അധികാരത്തിന്റെ ചെങ്കോലും സിംഹാസനവും തേടി രാഷ്ട്രീയത്തിന്റെ ഇടനാഴികകളിൽ ആദർശത്തിന് പണയം പെടുത്തുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഉണ്ടാവുകയില്ല എന്ന് വാക്കുകൊണ്ടും ജീവിതം കൊണ്ടും പ്രഖ്യാപിച്ചുകൊണ്ട് ഈ നാടിന്, ഈ ചുറ്റുപാടുകൾക്ക് ഞങ്ങൾ ഖുർആൻ പഠിച്ചവരാണ്, ഞങ്ങൾ ഖുർആനിന്റെ അനുയായികളാണ്. അമ്മാറും യാസറും സുമയ്യയും ഖബ്ബാബും ഖുബൈബും ജീവിച്ചതുപോലെ ആദർശത്തിന് വേണ്ടി ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് ആർക്കാണോ വെളിച്ചം വേണ്ടത് ഞങ്ങളെ നോക്കുക. ഞങ്ങൾ വെളിച്ചത്തിന്റെ വാഹകരാണ്, ഞങ്ങൾ വെളിച്ചത്തിന്റെ പ്രകാശ ഗോപുരങ്ങളാണ് എന്ന് സമൂഹത്തോട് വിളിച്ചു പറയുവാൻ ത്രാണിയുള്ള, കരുത്തുള്ള, ഈമാനുള്ള, തെഖ്വയുള്ള ഒരു സമൂഹമായി മാറാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. ജീവിതത്തിന്റെ സകലമാന പ്രയാസങ്ങളിലും വിശ്വാസത്തിന്റെ ശക്തിയെ പിടിച്ചു നിർത്താനുള്ള കഴിവും ശേഷിയും അല്ലാഹു നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും നേരെ നടക്കുന്ന എല്ലാ പീഡനങ്ങളും കഷ്ടപ്പാടുകളിൽ നിന്നും അല്ലാഹു മുസ്ലിങ്ങൾക്ക് സമാധാനവും ശാന്തിയും നൽകുമാറാവട്ടെ. ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും തകർക്കുവാനുള്ള സകലമാന ശ്രമങ്ങളിൽ നിന്നും അല്ലാഹു തആല ഈ സമൂഹത്തെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ചുറ്റുഭാഗങ്ങൾക്ക് ഇസ്ലാമിന്റെ തൗഹീദിന്റെ വെളിച്ചം എത്തിച്ചു കൊടുക്കുവാനുള്ള കഴിവും തൗഫീഖും അല്ലാഹു നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻകും വൽ അംവാത് ഇന്നക മുജീബു ദഅവതി യാ ഖാദിയൽ ഹജാത്. അല്ലാഹുമ്മ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.